16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കേർപ്പെടുത്താൻ UK സർക്കാർ ഒരുങ്ങുന്നു. ഉപയോക്താക്കളുടെ കൃത്യമായ പ്രായം പരിശോധിച്ച ശേഷമേ ഇനി മുതൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അനുവദിക്കൂ. ഇതിനായി ഫേസ് സ്കാനിംഗ്, ID കാർഡുകൾ പരിശോധിക്കൽ തുടങ്ങിയ കടുത്ത മാർഗങ്ങൾ ഉപയോഗിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകും. പ്രായം പരിശോധിക്കാൻ ഏറ്റവും അനുയോജ്യമായ സാങ്കേതിക വിദ്യ എന്താണെന്ന് കണ്ടെത്താൻ മാധ്യമ റെഗുലേറ്ററായ ഓഫ്കോം അടിയന്തര പഠനം നടത്തും. മുതിർന്നവർക്കുള്ള വെബ്സൈറ്റുകളിൽ കുട്ടികൾ കയറുന്നത് തടയാൻ നിലവിൽ UK ഇത്തരം പരിശോധനകൾ നടത്താറുണ്ട്. നിയമങ്ങൾ വരുമ്പോൾ കുട്ടികൾ VPN ഉപയോഗിച്ച് വിലക്കുകളെ മറികടക്കാൻ ശ്രമിക്കുമെന്ന് അറിയാമെന്നും എന്നാൽ നിയമങ്ങൾ രാജ്യത്തിന്റെ മൂല്യങ്ങളുടെ പ്രഖ്യാപനമാണെന്നും UK പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പുതിയ തീരുമാനത്തിനെതിരെ ഡിജിറ്റൽ അവകാശ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ തിരിച്ചറിയൽ രേഖകളും ബയോമെട്രിക് വിവരങ്ങളും നൽകേണ്ടി വരുന്നത് ജനങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഭീഷണിയാണെന്ന് ഇവർ പറയുന്നു. വിലക്ക് വരുന്നതോടെ കുട്ടികൾ കൂടുതൽ അപകടം നിറഞ്ഞ മറ്റ് ഇന്റർനെറ്റ് സൈറ്റുകളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ടെന്ന് സ്കോട്ട്ലാൻഡ് ചിൽഡ്രൻസ് കമ്മീഷണർ നിക്കോള കില്ലിയനും മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഒരേ സമയം വലിയ ജനപിന്തുണയും കടുത്ത സാങ്കേതിക രാഷ്ട്രീയ വിമർശനങ്ങളും നേരിടുന്ന ഈ വലിയ പ്രഖ്യാപനത്തിന് പിന്നിൽ കേവലം കുട്ടികളുടെ സുരക്ഷ മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ കസേര തെറിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ അടവു നയങ്ങൾ കൂടിയുണ്ട് എന്നതാണ് ലണ്ടനിൽ നിന്നുള്ള പുതിയ വാർത്തകൾ വ്യക്തമാക്കുന്നത്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ്, സ്നാപ്ചാറ്റ് തുടങ്ങിയ ജനപ്രിയ ആപ്പുകൾക്ക് 16 വയസ്സ് പ്രായപരിധി നിശ്ചയിക്കുന്നതിൽ ഓസ്ട്രേലിയൻ മാതൃകയാണ് UK പിന്തുടരുന്നത്. എന്നാൽ UKയുടെ പുതിയ നിയമം ഇതിലും കടുത്തതായിരിക്കും. ഗെയിമിംഗ്, ലൈവ് സ്ട്രീമിംഗ് നിയന്ത്രണം. അപരിചിതർക്ക് കുട്ടികളുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത വിധം ഓൺലൈൻ ഗെയിമിംഗ്, ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ കടുത്ത നിയന്ത്രണമുണ്ടാകും. 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സമൂഹ മാധ്യമങ്ങളിലെ ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ തനിയെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. കുട്ടികളിലെ അഡിക്ഷൻ ഒഴിവാക്കാൻ രാത്രികാലങ്ങളിൽ ആപ്പുകൾക്ക് കർഫ്യൂ ഏർപ്പെടുത്തുന്നതും ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് നിയന്ത്രിക്കുന്നതും UK പരിഗണനയിലാണ്. പ്രായപൂർത്തിയാകാത്തവരുമായി ലൈംഗിക രീതിയിലോ അതുപോലെ പ്രണയ രീതിയിലോ ചാറ്റ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള റൊമാന്റിക് കമ്പാനിയൻ ചാറ്റ്ബോട്ടുകൾക്ക് 18 വയസ്സ് പ്രായപരിധി നിർബന്ധമാക്കും. അതേസമയം ആളുകൾ വ്യക്തിപരമായി ആശയവിനിമയം നടത്തുന്ന വാട്സപ്പ്, സിഗ്നൽ തുടങ്ങിയ എൻഡ്-ടു-എൻഡ് എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകളെ ഈ നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ കോടിക്കണക്കിന് കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങളും ID കാർഡുകളും ടെക് കമ്പനികളുടെ കൈകളിൽ എത്തുന്നതിനെ ഡിജിറ്റൽ അവകാശ പ്രവർത്തകർ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇത് ജനങ്ങളുടെ സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് എന്നതാണ് അവരുടെ വാദം. കുട്ടികൾ VPN വഴി ഈ വിലക്കുകൾ മറികടക്കുമെന്നും അതവരെ കൂടുതൽ അപകടകരമായ ഡാർക്ക് വെബ്സൈറ്റുകളിലേക്ക് എത്തിക്കുമെന്നും സ്കോട്ട്ലൻഡ് ചിൽഡ്രൻസ് കമ്മീഷണർ നിക്കോള കില്ലിയൻ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പ്രഖ്യാപനത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളിൽ കത്തുന്നത്. ലേബർ പാർട്ടിയിൽ കടുത്ത ആഭ്യന്തര കലഹം നേരിടുന്ന കെയർ സ്റ്റാർമറുടെ പ്രധാനമന്ത്രി പദം ഏത് നിമിഷവും തെറിക്കാമെന്ന അവസ്ഥയിലാണ്. ഈ ആഴ്ച നടക്കുന്ന മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആന്റി ബോൺഹാം പാർലമെന്റിലേക്ക് തിരിച്ചെത്തിയാൽ ഉടനടി സ്റ്റാർമർക്കെതിരെ പാർട്ടിയിൽ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയുടെ രാജി ഉൾപ്പെടെയുള്ള സമീപകാല പ്രതിസന്ധികൾ സ്റ്റാർമറുടെ നില പരുങ്ങലിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്റെ ഭരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടാവുന്ന ഒരു ലെഗസി സൃഷ്ടിക്കാനുള്ള സ്റ്റാർമറുടെ വെപ്രാളമാണ് ഈ ധൃതി പിടിച്ചുള്ള സോഷ്യൽ മീഡിയ നിരോധനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.